തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടെ നിനക്കൊക്കെ? അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകെ കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. ചേട്ടാ, ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ. ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം, ഒന്ന് പോയി തരുമോ പ്ലീസ്? എടോ തനിക്കെന്താണോ? എടോ ഇയാളെ വിളിച്ചോ? ഞാൻ എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ ചേട്ടനെ വിളിച്ചോ? ആ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോകും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. 4 ലക്ഷം രൂപ ഫീസ് കൊടുത്താൽ മാത്രം ക്ലാസ് എടുക്കാൻ വരുന്ന വളരെ വലിയൊരു ബിസിനസ്സുകാർക്ക് ക്ലാസ് എടുക്കുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് അനിൽ ബാലചന്ദ്രൻ. ഈ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ കോഴിക്കോട് ഒരു ക്ലാസ് വെച്ചു. ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളെ തെണ്ടികൾ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ടുകാരല്ലേ അവര് കയറി മെഴുകി, അവരാകെ ബഹളം വെച്ചു അടിക്കാൻ വന്നു. ഒടുവിൽ എങ്ങനെയൊക്കെയോ സംഘാടകർ പരിപാടി അടക്കം വെച്ച് നിർത്തിയിട്ട് ഈ മനുഷ്യനെ ഒഴിവാക്കി. ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര തട്ടിപ്പുകാരാണെന്നും മോട്ടിവേഷൻകാർ വെറും പൊന്തമ്മ തല്ലുന്നവരാണ്, ഒന്നിനും കൊള്ളാത്ത, ഇങ്ങനെ പലയാതി പ്രചരണങ്ങളുണ്ട്. ഈ ഒരു മനുഷ്യന്റെ വീഡിയോ ഞാൻ മുമ്പൊക്കെ ഒരുപാട് കണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് ഇദ്ദേഹത്തിന്റെ പല വീഡിയോകളും വിയോജിപ്പുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഇദ്ദേഹം വന്നിരുന്ന കാണികളെയൊക്കെ തെണ്ടികൾ എന്ന് വിളിച്ചതിനാണ് ഇയാളെ ഇടക്ക് വെച്ച് പരിപാടി അവസാനിപ്പിച്ചതെന്നും ഇയാളെ ഇറക്കി വിട്ട് ഇയാൾ മോശക്കാരാണ്, അങ്ങനെ സോഷ്യൽ മീഡിയ മുഴുവനും ഇയാൾക്കെതിരെ വ്യാപക പ്രചരണമാണ്. നമ്മളൊരു വിഷയം കേൾക്കുമ്പോൾ ഈ എവിടെന്നെങ്കിലും കാണുന്ന കുറച്ച് ക്ലിപ്പുകളൊക്കെ കൂട്ടിച്ചേർത്തുള്ള വീഡിയോ കണ്ടിട്ട് വിലയിരുത്താതെ അതിന്റെ സത്യസന്ധമായൊരു വിലയിരുത്തൽ എന്താണെന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോ പരിശോധിക്കുന്നത്. അപ്പൊ ഈ അനിൽ ബാലചന്ദ്രൻ എന്ന പേരുള്ള ഈ മനുഷ്യന്റെ ക്ലാസ് വളരെ സ്കിൽഡായ ഒരാളാണ്, നല്ല മനോഹരമായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഹൈപ്പാണ്. നമ്മൾ ഈ സിനിമയിലെ സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ബിസിനസ്സുകാർക്കുള്ള എങ്ങനെ ഒരു നല്ല ബിസിനസ്സുകാരനാവാം ഇങ്ങനെ ക്ലാസ് കൊടുക്കുന്ന ഈ അനിൽ ബാലചന്ദ്രൻ. അപ്പൊ ഇദ്ദേഹം കോഴിക്കോട് വരുന്ന ഒരു പരിപാടിക്ക് ഗംഭീരമായ പരസ്യങ്ങൾ കൊടുത്തു. കോഴിക്കോടൊക്കെ ഇദ്ദേഹത്തിന്റെ മുഖം മാത്രമുള്ള ഫ്ലെക്സുകൾ വെച്ചു, അങ്ങനെ വളരെ വലിയ ടിക്കറ്റ് ഉണ്ടാക്കി. അന്നത്തെ ആ പരിപാടിയിൽ പാട്ടുകാർ സിത്താര വരുന്നുണ്ട്, പിന്നെ ഡാബ്സി വരുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് ആളുകളൊക്കെ വരുന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഉള്ളത്. അങ്ങനെ ക്ലാസ്സിന് ഇയാൾ ഒരു 2 മണിക്ക് 1:45 തുടങ്ങേണ്ട ഒരു പരിപാടിക്ക് ഇയാൾ വരുന്നില്ല. ഇയാൾ ഹോട്ടലാണ് നിൽക്കുന്നത്. ഇയാൾ ഉദ്ദേശിച്ച ഒരു 5000 പേരെങ്കിലും എന്റെ ക്ലാസ് കേൾക്കാൻ വരുന്നുള്ളതാണ്. പക്ഷേ അവിടെ വന്നത് വെറും 500-ൽ താഴെ ആളുകൾ മാത്രമാണ്. അങ്ങനെ അദ്ദേഹം നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ നിന്ന് ഒരു മണിക്കൂർ വൈകിട്ടാണ് ക്ലാസ്സിന് വന്നത്. അങ്ങനെ വന്നതിന് ശേഷം ഇദ്ദേഹത്തിന്റെ പ്രസംഗമാണ് തെണ്ടികൾ എന്ന് വിളിച്ച് ഭയങ്കര വിവാദമായിട്ട് അവസാനിച്ചു. അതിന്റെ ഒരു വിശദീകരണം നമ്മൾ പ്രതിഫലം പുള്ളി പറഞ്ഞിരിക്കുന്നത് 4 lakh rupees ആയിരുന്നു. അത് ഞങ്ങളുടെ അക്കൗണ്ടിൽ കൂടെ 4 lakh എമൗണ്ട് പ്ലസ് GST കൊടുത്തിട്ടുണ്ട്. പുള്ളി പകരം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, കോഴിക്കോട് അങ്ങേരുടെ മുഖം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പണ്ട് ശ്രീനിവാസ് ഒരു സിനിമയെ പറഞ്ഞാൽ എൻ്റെ മുഖം എൻ്റെ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് ഏറ്റവും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ബിസിനസ് ട്രേഡർ കോഴിക്കോട് വരും എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള മൂല്യം കിട്ടണമെന്ന് പറഞ്ഞു. അതിനുള്ള മൂല്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാ സ്ഥലത്തും വിളിക്കലും ഫോൺ കോളുകളായിട്ടും ഫ്ലെക്സുകൾ വെക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ തെറി കാരണമാണ് നാട്ടുകാരും വരാത്തത്. അത്തരം ഓഡിയൻസ് അങ്ങേര് എക്സ്പെക്ട് ചെയ്ത ഓഡിയൻസ് അവിടെ എത്തിയിട്ടില്ല. കാരണം അങ്ങേര് എൻ്റെ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്, അടുത്ത ദിവസം ഞാൻ 5000-ലും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പോവുകയാണെന്ന്. പക്ഷെ അത്ര ആൾക്കാരില്ല. എല്ലാ ചാനലിലടക്കം പരസ്യങ്ങൾ പോയിട്ടുണ്ട്. എന്നിട്ട് പോലും ആൾക്കാർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നം കൊണ്ടല്ല, അങ്ങേരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ തെറി അഭിഷേകമാണുള്ളത്. അതുകൊണ്ടാണ് ആൾക്കാർ അതിൽ പങ്കെടുക്കാത്തത്. ബാക്കി എല്ലാ പ്രോഗ്രാമും ആൾക്കാരുണ്ട്, ക്രൗഡ് കാണില്ല. കൃത്യസമയത്ത് വന്നില്ല. പുള്ളി 1:45 എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. 2 മണിക്ക് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നും. പക്ഷേ അങ്ങനെ കുറേ കണ്ടീഷൻ ഉണ്ടായിരുന്നു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല. വൺസ് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആരും അകത്തേക്ക് വരാനും പാടില്ല, പുറത്തേക്ക് പോകാനും പാടില്ല. അങ്ങനെയൊക്കെ വൻ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു പുള്ളി നമ്മളോട് പറഞ്ഞത്. അത് കാരണമാണ് ഞങ്ങൾ 1:45 എന്ന് പറഞ്ഞത്. പക്ഷേ 2 മണിയായിട്ടും പുള്ളി എത്തിയില്ല. അതിനിടയിൽ 2:45 വരെ ഞങ്ങളെ കൊണ്ട് തീറ്റിപ്പിച്ചു. കാരണം അദ്ദേഹം ട്രൈപ്പൻ്റെ ഹോട്ടലിലായിരുന്നു റൂം എടുത്തിരുന്നത്. അവിടെ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ ക്ലാസ് എടുക്കില്ല, ഫണ്ട് ഫുള്ള് റീഫണ്ട് ചെയ്യാം. ഞാൻ വിചാരിച്ച രീതിയിൽ ഓഡിയൻസ് എത്തിയിട്ടില്ല. പുള്ളി വിചാരിച്ചിരിക്കുന്നത് മൊത്തം പരിപാടിയുടെ ആളുകളും അന്നത്തെ ദിവസം വരും എന്നാണ്. ചിലപ്പോൾ അത് തെറ്റിദ്ധാരണയാവാം, അല്ലെങ്കിൽ പുള്ളിയുടെ അഹങ്കാരം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത്രയും ആൾക്കാർ അവിടെ ഇല്ലാത്ത കാരണം വരുന്നില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഇതിനിടയിൽ ഒരു വിചിത്രമായ സംഭവം കൂടി നടന്നിരുന്നു. പുള്ളിക്ക് ഫുൾ എമൗണ്ട് വേണമെന്ന് പറഞ്ഞു. ആ 4 lakh എമൗണ്ട് ഞങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിന് പുറമെ പുള്ളിയുടെ ഒരു പാർട്ണറിൻ്റെ ബുക്ക് അവിടെ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാ കാര്യങ്ങളും എമൗണ്ട് കിട്ടിയാലേ ചെയ്യുള്ളൂ, അതുപോലെ തന്നെ ഞങ്ങൾക്കും എമൗണ്ട് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതിൻ്റെ കലിപ്പോണ്ടാവാമെന്ന് അറിയില്ല. അതൊക്കെ പുള്ളി പറയുന്നുണ്ട്, എനിക്ക് കലിപ്പ് തീരുന്ന വരെ ഞാൻ അവരെ വെള്ളം കുടിപ്പിച്ചു എന്ന്. സത്യമാണ്, പുള്ളി വെള്ളം കുടിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. കാരണം ഇത്രയും പബ്ലിക്കിനെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾക്ക് മറുപടി പറയാനില്ല.
അതുകൊണ്ട് ഞങ്ങൾ ട്രൈപ്പനിൽ പോയി റിക്വസ്റ്റ് ചെയ്യാൻ പോയി. പക്ഷേ അപ്പോഴേക്കും പുള്ളി പല ആൾക്കാരുടെയും വാക്കുകൾ കേട്ടിട്ടാവാം, പല സ്ഥലത്തുനിന്ന് ഞങ്ങൾ വിളിപ്പിച്ചിരുന്നു, അതുകൊണ്ടാവാം പുള്ളി വന്നത്. പുള്ളി വന്നപ്പോൾ 2:45 ഇത്ര ചാടത്തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരും കൂടെ ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. പക്ഷേ ഇത്രയും പബ്ലിക് ബുദ്ധിമുട്ടുണ്ടായത് അന്ന് രാത്രി സിത്താരയുടെ പരിപാടി നമുക്കുണ്ടായിരുന്നു. 4:30 നമുക്ക് സ്റ്റേജ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. പുള്ളി 4:30 പരിപാടി നിർത്തിയില്ല, 5:30 വരെ കൊണ്ടുപോയി. അത് കാരണം സിത്താരേൻ്റെ പരിപാടി ലേറ്റ് ആവാണ്. നമുക്ക് 10 മണി വരെ പ്രോഗ്രാം നടത്താനുള്ള പെർമിഷനുള്ളൂ. അപ്പം അതിനുള്ളിൽ നമുക്ക് അവസാനിപ്പിക്കണമെങ്കിൽ 4:30 സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അത് കാരണമാണ് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. പുള്ളി ഒരു തരം പ്രതികാരദാഹിയെ പോലെയാണ് ഇതാക്കുന്നത്. ഇപ്പോഴും പ്രതികാരം തന്നെയാണല്ലോ. ഈ പ്രോഗ്രാം എല്ലാം കൊണ്ടും ഒരു വിജയം തന്നെയാണ്. അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരു നെഗറ്റീവ് ന്യൂസ് പറകണ്ട എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതിനെപ്പറ്റി ഒരു പരാതികളായിട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ടോ പോകാത്തത്. പക്ഷേ ഇപ്പം എല്ലാവരും ഇത് ചോദിക്കുന്നതുകൊണ്ട് അതിന് ഉത്തരം നൽകും. അപ്പോൾ സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കടം മേടിച്ചു കൊണ്ടുവന്ന ക്രെഡിറ്റ് ചെയ്യുന്ന കസ്റ്റമറിനെ ആ ക്രെഡിറ്റ് അവൻ കടം മേടിച്ചു കൊണ്ടുപോയ സാധനത്തിന്റെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ്സുകാരെന്തിനാണ് തെണ്ടണത് എന്നാണ് ഇയാൾ പഠിപ്പിച്ചു കൊടുക്കണേ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ശൈലി ആകെ കുളവായിപ്പോയി. ഈ ഒരു വിഷയത്തിന് ഇദ്ദേഹം സ്വന്തം ലൈഫ് തന്നെ ഇയാൾ ഉദാഹരണം എടുത്ത് പറയണം. അതായത് അന്നത്തെ പരിപാടിക്ക് നേരത്തെ കാശ് മേടിച്ചത് കൊണ്ട് എനിക്ക് ധൈര്യമാണ്, അല്ലെങ്കിൽ ഞാൻ അവരുടെ പിന്നാലെ തെണ്ടേണ്ടി വരില്ലേ എന്നൊക്കെ ഇയാൾ ഇദ്ദേഹത്തിന് ഉദാഹരിച്ച് പറയാണ്. പക്ഷെ ഇത് തങ്ങളെ തെണ്ടിന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ഇളകിയത്. അദ്ദേഹത്തിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ വളരെ കോർപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്ന ബിസിനസ്സുകാർക്കൊക്കെ വളരെ ഏബിളാണ്, അല്ലാത്തവർക്ക് ഒന്നുമല്ല. ഏതായാലും നാട്ടുകാരെ ഇളക്കി ഓടിച്ചു വിട്ടു ഇദ്ദേഹത്തിന്. എടോ തന്നെ വിളിച്ചോ ഞാൻ? ശരി ഓക്കെ. കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആളാണ്. ഏറ്റവും വേണ്ടത് കസ്റ്റമറോട് മര്യാദയ്ക്ക് സംസാരിക്കലാണ്. അത് മാത്രമേ ഞാൻ പൂർണ്ണമായിട്ട് ഇദ്ദേഹത്തിനെ കുറ്റം പറയില്ല. കാരണം ഇയാളുടെ ക്ലാസ്സിൽ ഉദ്ദേശിക്കണം അങ്ങനെ അറിയും. പല ക്ലാസ്സിൽ കാണാം, ദിനേന വരുന്ന ചെറിയ ആവശ്യങ്ങൾക്കുള്ള ആളുകൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, വലിയ കാശിന് ഒരു സാധനം വാങ്ങാൻ വരുന്ന കസ്റ്റമറാണ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് ഭീമന്മാർക്കുള്ള ക്ലാസ്സാണ് പൊതുവെ ഇയാൾ എടുക്കുക. ഇയാളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇയാൾ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ എന്നെ കുറെ തെറി പറഞ്ഞോളൂ, കുറെ കുറ്റം പറഞ്ഞോളൂ. ഈ കുറ്റം പറഞ്ഞ എൻ്റെ യൂട്യൂബിൻ്റെ ഒക്കെ വരുമാനം ഞാൻ കൊടുക്കുന്നത് ഞാൻ പഠിച്ച കോളേജിൻ്റെ അടുത്തുള്ള ഒരു മുസ്ലിം യത്തീംഖാനയുണ്ട്. ആ യത്തീംഖാനയിലെ കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കുകയാണ് ഇയാൾ. അങ്ങനെ ഇയാള് വലിയ കാശ് വാങ്ങുന്നുണ്ടെങ്കിലും ഒരുപാട് നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ഇദ്ദേഹം ചെറു തൊഴിലിനൊക്കെ കളിയാക്കി സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇദ്ദേഹത്തോട് വിയോജിപ്പുണ്ട്. പക്ഷെ ഈ കോഴിക്കോട് നടന്ന ഈ പരിപാടി ഇയാൾ ബിസിനസ്സുകാരെ പരോക്ഷമായിട്ട് ഇങ്ങനെ കടം കൊടുത്ത ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ആ ഒരു പൈസ വാങ്ങിയ സാധനത്തിന്റെ കാശ് തിരിച്ചു വാങ്ങാൻ വേണ്ടി നമ്മൾ എന്തിനാണ് ഇങ്ങനെ തെണ്ടുന്നത് എന്നാണ് ഇയാൾ പറഞ്ഞത്. പക്ഷേ ഇയാൾക്ക് നല്ല എവിടെ നിന്നൊക്കെയോ ഓങ്ങൽ വെച്ചിരുന്നു, അത് കൃത്യമായിട്ട് കിട്ടി. ഇതിന്റെ പേരിൽ മോട്ടിവേഷൻ സ്പീക്കർമാർ മുഴുവനും പറ്റിക്കൽസ് ആണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവ, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറൊന്നുമല്ല, ഞാനിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മുഴുവനും അതിന്റെ പിന്നാലെ നിർന്ന് അതുമായി ബന്ധപ്പെട്ടവരൊക്കെ മോശക്കാരാണെന്ന് പറയുന്ന ട്രെൻഡ് ഉണ്ട്. ആ ട്രെൻഡിനൊപ്പം നിൽക്കാൻ തൽക്കാലം ഞാനില്ല. ഒരു മൊയ്ലേരി മോശക്കാരൻ, പിന്നെ മൊയ്ലിയമാരൊക്കെ മോശമാണ്. ഒരു മാഷിന്റെ മോശക്കാരനായ വാർത്ത പറഞ്ഞാൽ പിന്നെ അധ്യാപകരൊക്കെ മോശക്കാരാണ്. ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി കാണിച്ചാൽ എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ്. ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. ആ ട്രെൻഡിനൊപ്പം നിൽക്കാൻ തൽക്കാലം ഞാനില്ല. തെറ്റ് ചെയ്തതാണ് തെറ്റിനെ പറയും. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ പലതും സന്ദർഭത്തിൽ നടത്തിയെടുത്ത വീഡിയോ ആണ് നമ്മൾ നേരത്തെ കാണാനിട. കുറെ പണം കൊടുത്തിട്ട് ഇദ്ദേഹത്തിന് തെറി കേൾക്കാനും രണ്ടിത്തരം കേൾക്കാനും നിൽക്കണ്ടല്ലോ. ഏതായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രതികരണങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.